ഹായ് ഓൾ, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം. ഹായ് ആൻഡ് മീ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നേരെ നടന്ന് ഹൈപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറിപ്പോയി. കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് എടുത്ത് നോക്കി. ഇത് സൂപ്പ് സ്റ്റിക്കാണ്. ഈ സെക്ഷനിൽ മൊത്തം ഉപ്പിലിട്ട സാധനങ്ങളാണ്. ഗ്രീക്ക് ഒലീവ്സിൻ്റെ വെറൈറ്റി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ്. എന്തൊക്കെ വെറൈറ്റീസ് ആണെന്നൊന്നും എന്നോട് ചോദിക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഫ്രൂട്ട്സ് ഉപ്പിലിട്ടതും ഉണ്ട്, ആപ്പിളൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ സാലഡിൻ്റെ സെക്ഷനിലാണ് പോയത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് എടുക്കാം. ഇവിടെ തന്നെ വെയിറ്റ് നോക്കണം. വെയിറ്റ് അനുസരിച്ചാണ് റേറ്റ്. ഞാൻ കുറച്ച് ലെറ്റ്യൂസും പിന്നെ സ്വീറ്റ് കോൺ പറയേണ്ട എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ദായൊരു ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ സ്ലൈസും, അത് കഴിഞ്ഞ് കുക്കുംബറിൻ്റെ പീസും എടുത്തു. ഒരു മുട്ടയും എടുത്തു. കിലോയ്ക്ക് 245 രൂപയാണ്. ഞാൻ ഇത്ര എടുത്തപ്പോൾ എനിക്കൊരു 45 രൂപയാണ് ആയത്. അങ്ങനെ പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ആപ്പിളിൻ്റെ സാലഡ്, അതും എടുത്തു. പിന്നെ അടുത്ത് നമ്മൾ സ്വീറ്റ്സിൻ്റെ സെക്ഷനിലാണ് പോയത്. നമ്മൾ കുഞ്ഞിലെ കണ്ടും കഴിച്ചിട്ടൊക്കെ ഉള്ള ഒരുപാട് പല കളറിലുള്ള സ്വീറ്റ്സും മിഠായിയൊക്കെ ഉണ്ട്. ജീരക മിഠായിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ എവിടെ കണ്ടാലും എന്നെ കൊതിപ്പിക്കുന്ന മറ്റൊരു ഐറ്റമാണ് റഷ്യൻ ഹണി കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഒരു പീസ് എടുത്തു. ഇതാ ഈ ഇരിക്കുന്ന സാധനം കണ്ട, ഇതാണ് ബക്ലാവ. ഇതാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, പല ഷേപ്പിലുമുണ്ട്. പിന്നെ പിസ്ത, കാഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുവരെ ഞാൻ ഇത് കഴിച്ചിട്ടില്ല. കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ വില കണ്ടപ്പോഴത്തേക്ക് എടുത്തില്ല. ആ ആഗ്രഹം ഞാൻ 8 മടക്കി പോക്കറ്റിൽ വെച്ച്. ഇത് സ്ട്രോബെറിയാണ്, വെറൈറ്റി പാക്കിംഗ് അല്ലേ. ഇതൊക്കെ കറികളുടെ സെക്ഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി കറികളുണ്ട്. എല്ലാം വെയിറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഗീ റൈസാണ്. എൻ്റെ പൊന്നോ, ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ മക്കളെ, കിടിലം. 80 രൂപയാണ് ഹാഫ് കിലോയ്ക്ക്. ഞാനതെന്തായാലും വാങ്ങി. ഇത് ഡ്രൈ ഐറ്റംസ് ആണ്. പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ കണ്ണിപ്പെട്ടൊരു സാധനമാണ് ഈ ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകണത്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. കുറേ നേരം ഞാൻ അതും നോക്കി വെള്ളം ഇറക്കി ഇങ്ങനെ നിന്ന്. പിന്നെ കുനാഫ ഉണ്ട്, പൈനാപ്പിൾ ബ്രൗണി പുഡിംഗ് ഉണ്ട്, കോക്കനട്ട് പുഡിങ്ങും ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ ഒന്നും വാങ്ങിക്കാതിരിക്കണം ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു പീസ് കുനാഫ വാങ്ങി. ദായോന് ഇഷ്ടമാണ്, അതുകൊണ്ട്. പിന്നെ ദാ ഈ ഇരിക്കണ ബ്രൗണി കേക്ക്, ആ ഒഴുകി വരണ ചോക്ലേറ്റിൽ മുക്കി കലക്കി ഇങ്ങ് തരും. എൻ്റെ വായിലാണെങ്കിൽ അത് കണ്ടപ്പോഴേ വെള്ളം നിറഞ്ഞു. ബില്ലടിക്കാനുള്ള ക്ഷമ പോലും ഞാൻ കാണിച്ചില്ല. വേറൊന്നും കൊണ്ടല്ല, പുറത്തിറങ്ങുന്ന നേരം കൊണ്ട് ആ ചോക്ലേറ്റ് കട്ടിയായി പോകുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചോക്ലേറ്റിൻ്റെ ഒരു തരിതരിപ്പുണ്ടായിരുന്നു. അങ്ങ് കഴിച്ചു. 20 രൂപയാണ് ഈ മക്ക് സാധനത്തിന്. എല്ലാവരും കൂടെ എന്നെ നോക്കിക്കൊണ്ട് അന്തം വിട്ട് പോണുണ്ട്. അപ്പം എനിക്ക് ചിരി വന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം അവിടെ ഇരുന്ന് തന്നെ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഈ വീടെത്തിയ ഉടനെ ഒന്നും നോക്കിയില്ല, യുദ്ധം ആരംഭിച്ചു. ഇതാണ് ആപ്പിളിൻ്റെ സാലഡ്. കൊള്ളാം, ഇത് കൊള്ളാം, ദായന് ഇഷ്ടപ്പെടും. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം, ഗീ റൈസ് വിത്ത് ബീഫ് കറി. കുരുമുളകിട്ട ബീഫ് കറി കൊള്ളായിരുന്നു. സത്യം പറഞ്ഞ ഒരു കറി ഇല്ലാതെ തന്നെ ഈ ഗീ റൈസ് കഴിക്കുക, അത്ര ടേസ്റ്റാണ്. പിന്നെ കറി ഉണ്ടായിരുന്നോണ്ട് കറിയും കൂട്ടി അങ്ങ് കഴിച്ച്. ഒന്നും പറയാനില്ല, കിടുസാനം, മസ്റ്റ് ട്രൈ. ഇത് ഞാൻ കഴിച്ചില്ല, ദായൂനാണ്. നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതാണ് കുനാഫ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.